ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ പ്രതിഷേധിച്ച AYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോൻ അടക്കം 27 പേർക്കെതിരെ കേസ്. മുദ്രാവാക്യം വിളിച്ച് ജനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി മട്ടാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അടക്കം 50 പേർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ അന്വേഷണമൊക്കെ വേണമായിരുന്നു. ഇപ്പോഴും നോക്കൂ, ഏറ്റവും അവസാനം വലിയ സമ്മർദ്ദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് ടി.ജി. മോഹൻദാസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ശേഷം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ 2 മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ കേസെടുക്കാൻ ഒരു കുഴപ്പവുമില്ല. അതുതന്നെയാണ് മാധവ്. അധിക്ഷേപ പരാമർശം നടത്തിയ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ 3 ദിവസമാണ് പോലീസ് എടുത്തത്. പക്ഷേ ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധിച്ചവർക്ക് അവരുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ പോലീസ് എടുത്തുള്ളൂ. ഇപ്പോൾ AYFന്റെ സംസ്ഥാന സെക്രട്ടറിയായ ടി ജിസ്മോൻ അടക്കം 27 പേർക്കെതിരെയാണ് ഇപ്പോൾ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളുടെ അവരുടെ വഴിയിൽ മാർഗതടസ്സം ഉണ്ടാക്കിയെന്നതാണ് ഈ FIR-ൽ പറയുന്നത്. ടി ജിസ്മോൻ തന്നെയാണ് ഈ ടി.ജി. മോഹൻദാസിനെ നേരത്തെ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച, ഡിവൈഎഫ്ഐയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അടക്കം 50 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിൽ ടി.ജി. മോഹൻദാസിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടുമില്ല. മാത്രവുമല്ല, ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തെങ്കിൽ പോലും പോലീസ് ഇനിയും അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ടി.ജി. മോഹൻദാസ് കോടതിയെ സമീപിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ടി ജിസ്മോൻ അടക്കം ആളുകൾക്കാണ് 50 പേർക്കും കൂടി എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ മുദ്രാവാക്യം വിളിച്ച് വഴി തടസ്സപ്പെടുത്തി എന്നുള്ളതിലാണ് നടപടി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.